രണ്ടാമത് മരുതോങ്കര ബൈബിൾ കൺവെൻഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും മനോഹരമായി നയിക്കുമ്പോൾ കടന്നു വന്ന വർഷങ്ങളൊക്കെ നന്ദിയോടെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. സത്യത്തിൽ ഈ ഒരു ദേശത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വസന്തം തന്നെയാണ് മരുതോങ്കര ബൈബിൾ കൺവെൻഷൻ. ഓരോ വർഷവും അത്ഭുതകരമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു കൺവെൻഷനിലൂടെ പ്രവർത്തിക്കുന്നത്. ആദിമസഭയിൽ എത്രത്തോളം ശക്തിയോടെ, എത്രത്തോളം ഊർജ്ജസ്വലതയോടുകൂടി സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടോ അതുപോലെ തന്നെയാണ് ഓരോ വർഷം പിന്നിടുമ്പോഴും ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒഴുകുന്നത്. ഒരുപാട് ദൈവമക്കൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ ശരീരവും മനസ്സും ആത്മാവും സമർപ്പിക്കുന്നു. സക്കേവൂസിൻ്റെ കുടുംബത്തിൽ കർത്താവ് കടന്നു വന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതുപോലെ തന്നെ ഈ ദേശത്തുള്ള അനേക കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റടിക്കുന്നു. ഒരുപാട് ശുശ്രൂഷകരും ഒരുപാട് ദൈവ വചനം സ്വീകരിച്ച ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് കൂട്ടായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഈ കൺവെൻഷൻ്റെ സവിശേഷതയാണ്. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ, വൃദ്ധന്മാർ മുതൽ യുവജനങ്ങൾ വരെ എല്ലാവരും തന്നെ ഈ കൺവെൻഷനിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഒരുമിച്ചിറങ്ങുന്നു. ദൈവരാജ്യം ഈ ദേശത്ത് മുഴുവൻ പടർന്നു പന്തലിക്കാൻ, തങ്ങളാലാവത് സമർപ്പിക്കാൻ ദൈവജനം സന്നദ്ധമാകുന്നു. ഓരോ കൺവെൻഷൻ പൂർത്തിയാകുമ്പോഴും കാണുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച പ്രേക്ഷിതരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. വീടുകൾ കയറി സുവിശേഷം അറിയിക്കുന്നു, രോഗികളെ സന്ദർശിക്കുന്നു, ദൈവരാജ്യ സന്ദേശം എല്ലാവരെയും അറിയിക്കുന്നു, എല്ലാവരെയും തന്നെ വചനവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്നു. കടന്നു വരുന്നവരെ മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ഒരു ആദിമ ക്രൈസ്തവ ചൈതന്യം ഈ കൺവെൻഷനിലൂടെ അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയുന്നു. ഈ ലോകത്തിൽ ഈ നാളുകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. അതായത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ പിതാവ് അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ക്രമാതീതമായ എണ്ണത്തെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ക്രമാതീതമായ എണ്ണത്തിലുള്ള വർധനവ് അത് നല്ല കാര്യമല്ലേ? എന്നാൽ പരിശുദ്ധ പിതാവ് വളരെ ആശങ്കയോടുകൂടി ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ കുമ്പസാരിക്കുന്നവരുടെ എണ്ണത്തിലുള്ള ക്രമാതീതമായ കുറവ്, അവിടെയാണ് പ്രശ്നം. കുമ്പസാരിക്കുന്നവരുടെ എണ്ണത്തിലുള്ള ക്രമാതീതമായ കുറവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ക്രമാതീതമായ എണ്ണത്തിലുള്ള വളർച്ചയും ഒരു വലിയ അപകടമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ സത്യത്തിൻ്റെ പ്രഭ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ. അതായത് അവിടെ പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: മാരകമായ പാപങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം ഈ നാളുകളിൽ വളരെ കൂടുതലാണ്. എന്നാൽ അനുതപിച്ച് കർത്താവിൻ്റെ അടുക്കൽ ഏറ്റുപറയുന്നവരുടെ എണ്ണത്തിൽ വളരെയേറെ കുറവുകൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം നടക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. റോമിൽ മാർപ്പാപ്പായുടെ കത്തീഡ്രലാണ് ലാറ്ററൻ കത്തീഡ്രൽ എന്ന് പറയും, ബസിലിക്ക. ആ ബസിലിക്കായുടെ അടുക്കൽ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇങ്ങനെ ആ സ്റ്റെപ്പുകൾ അറിയപ്പെടുന്നത് പീലാത്തോസിൻ്റെ അരമനയിൽ ഈശോ അരമനയിലേക്ക് കയറിപ്പോയ ആ സ്റ്റെപ്പുകളാണ് ഹെലേന രാജ്ഞി റോമിലേക്ക് കൊണ്ടുവന്ന് അവിടെ വിളിച്ചിരിക്കുന്നതെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. കുറേ സ്റ്റെപ്പുകളുണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒരു 26-27 സ്റ്റെപ്പുകളുണ്ട്. അതിങ്ങനെ ഈശോ പീലാത്തോസിൻ്റെ അരമനയിൽ കയറിപ്പോയ സ്റ്റെപ്പുകളാണെന്നാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു വലിയ നല്ല കാഴ്ചയുണ്ട്. അതെന്താണെന്നറിയോ? ആൾക്കാരെല്ലാം മുട്ടുകുത്തി ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറും. ചിലർ കുരിശിൻ്റെ വഴി ചെല്ലാറുണ്ട്, ചിലർ കരുണയുടെ ജപമാല ചെല്ലാറുണ്ട്. ഒരുപാട് പേര് ഈ സ്റ്റെപ്പ് ഇങ്ങനെ മുട്ടുകുത്തി കയറിപ്പോകാറുണ്ട്. അത്ര എളുപ്പമല്ലത്.
അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് 28 സ്റ്റെപ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നവരുമുണ്ട്. ചിലർ ഇടയ്ക്ക് വെച്ച് നിർത്താറുണ്ട്. ചിലർ മുട്ടുകുത്തി ഇങ്ങനെ മുകളിലേക്ക് കയറുന്നതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകാറുണ്ട്. ഇനി ഇതൊന്നും സാധ്യമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പിന് പകരമായിട്ട് വേറൊരു സ്റ്റെപ്പ് സൈഡിൽ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ മുകളിലേക്ക് കയറി പോകാം. ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങളിവിടെ എന്തെല്ലാം പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്താലും, ഏതെല്ലാം പരിഹാരത്തിൻ്റെ പ്രവർത്തികൾ ചെയ്താലും, ഇതൊക്കെ ഈ മുട്ടുകുത്തി മുകളിലേക്ക് കയറിപ്പോയി കുരിശിൻ്റെ വഴി നടത്തി കരുണക്കൊന്ത ചൊല്ലി അല്ലെങ്കിൽ ജപമാല ചൊല്ലി എല്ലാം ചെയ്താലും ശരി, അതൊന്നും നിന്റെ പാപത്തിന് പരിഹാരമാകുകയില്ല. അൺലെസ് ആൻഡ് അൺടിൽ യു കൺഫസ് യുവർ സിൻസ്. നീ നിന്റെ പാപങ്ങളോർത്ത് അനുതപിച്ച് ഒരു വൈദികന്റെ അടുക്കൽ നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ പാപത്തിന് പൊറുതി കിട്ടുകയില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപിയിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. നോമ്പിൻ്റെ അരൂപിയിൽ പല പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പാപത്തിന് പരിഹാരമായി അത് ചെയ്യുന്നെങ്കിലും നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ പാപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞേ മതിയാവുള്ളൂ. ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 32-ാമത്തെ സങ്കീർത്തനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഭാഗ്യവാൻ? ലോട്ടറി അടിച്ചവനാണ് ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? കർത്താവ് പറയുകയാണ്, ആരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? അതിക്രമങ്ങൾക്ക് മാപ്പും പൊറുതിയും ലഭിച്ചവൻ, മാപ്പ് ലഭിച്ചവൻ, പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവനാണ് ഭാഗ്യവാൻ. വീണ്ടും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. രണ്ടാമത്തെ ഭാഗ്യത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, വലിയ തളർച്ച, ക്ഷീണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജീവനില്ലാത്ത അവസ്ഥ. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് പറയുന്നുണ്ടത്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ആത്മശോധന ചെയ്തതിന് ശേഷമേ ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യാവൂ, വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ. വചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും പലരും മരിച്ചുപോയതിനും കാരണം ഇതാണ് കാരണം. അതാണ് ക്ഷീണമെന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും ദുർബലരാണ്, നിങ്ങളിൽ പലരും ബലഹീനരാണ്, മരിച്ചുപോയതിനും കാരണം ഇതാണ്. എന്താ കാരണം? അയോഗ്യതയോടെ പാപത്തോടെ കർത്താവിനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി.
വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എന്നാൽ 5-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ പാപങ്ങൾ ഞാൻ അവിടുത്തോട് ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ മറച്ചു വയ്ക്കുകയോ പാപങ്ങൾ തമ്പുരാന്റെ അടുക്കൽ ഏറ്റുപറയുകയോ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ക്ഷയിച്ചു പോകുന്നു, തളർന്നു പോകുന്നു, ദുർബലരായി മാറുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, സന്തോഷം നിറയ്ക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു സഹോദരൻ ധ്യാനിക്കാൻ കടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ട് വന്നതല്ല, വെറുതെ വന്നതാണ്. വെറുതെ ധ്യാനത്തിന് കുമ്പസാരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം, എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കണം, എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? നാളുകൾ പറഞ്ഞു. അധികം ഒന്നും പറയാനായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, പാപങ്ങൾ അച്ഛാ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. വർഷങ്ങളായി പാപസങ്കീർത്തന വേദിയിലേക്ക് അണഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഏതായാലും നന്നായിട്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചൊരുങ്ങ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്, പാപബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. എന്നിട്ട് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു പോയിട്ട് വേറൊരു അച്ഛൻ്റെ അടുക്കൽ പോയി. അദ്ദേഹം അതിനുശേഷം കുറച്ചു നേരം ദേവാലയത്തിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു. ദിവികാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പരിശുദ്ധാത്മാവെ പാപബോധം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. വേറൊരു അച്ഛൻ്റെ അടുക്കൽ ചെന്നു, കുമ്പസാരത്തിനായിട്ടണഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞാ, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഓരോന്നും എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അവയെല്ലാം പറയാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. വിങ്ങുന്ന ഹൃദയത്തോടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വലിയ മാനസാന്തരത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നു അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മയില്ല എന്ന് വിചാരിച്ച് കടന്നു വന്ന ആ മകൻ, അവൻ ആഴമായ അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ വലിയ ഹൃദയ സമാധാനമുള്ള വ്യക്തിയായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ, ഒരു പയ്യൻ ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനിക്കാൻ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ വൈകുന്നേരത്തെ ആരാധനയിൽ ഒരു കടലാസ് എടുത്ത് എഴുതണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ. എന്നിട്ട് ഇത് അൾത്താരയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സമർപ്പിക്കണം. എല്ലാ ധ്യാനങ്ങൾക്കും തുടക്കത്തിൽ തന്നെ അങ്ങനെ നമ്മൾ വരുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങൾ എഴുതി ആരാധനയിൽ സമർപ്പിക്കണമെന്ന് പറയും. പേരുകളൊന്നും എഴുതണമെന്നില്ല. ഒരു കടലാസ് കഷ്ണം എടുത്ത് ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ അല്ലെ നിയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി സമർപ്പിക്കാൻ വേണം. ആരാന്നും അറിയത്തില്ലല്ലോ. ഒരു കടലാസ് കഷ്ണം എൻ്റെ കൈ കിട്ടി. ആ കടലാസിൽ ഇപ്രകാരം അവൻ എഴുതി വച്ചിരിക്കുന്നു: താങ്ക് യു ഫോർ എവരിതിങ്. എല്ലാത്തിനും നന്ദി. ഇംഗ്ലീഷിലല്ല. എന്തിനാ നന്ദി? എൻ്റെ സ്വപ്നങ്ങളെ ദിവാസ്വപ്നങ്ങളാക്കി മാറ്റിയതിന് നന്ദി. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിവിടെ ഒന്നും പറയാൻ പറ്റിയല്ല. എന്നിട്ട് അവനതിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുകയാണ്: സ്റ്റിൽ യു ആർ ആസ്കിങ് മീ ഫോർ പ്രയേഴ്സ്. എന്നിട്ടും നീ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നോട് ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറേ കുത്തും കോമയും വള്ളിയും പുള്ളിയെല്ലാം എഴുതി വെച്ചിട്ട്
അവസാനം അവൻ എഴുതി വച്ചിരിക്കുകയാണ്, മേക്ക് മീ എ മോൺസ്റ്റർ പ്ലീസ്. മനസ്സിലായോ? ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നെ ഈ ധ്യാനത്തിലൂടെ ഒരു പിശാചാക്കി മാറ്റണമേ. മനസ്സിലായോ? അതവൻ എഴുതി വച്ചിരിക്കുന്നു. ആരാന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവസാനം അവൻ വെളിപ്പെടുത്തി അവരാരാന്ന് മനസ്സിലായി. ഞാനിപ്പോൾ ഇത് കണ്ട് ഞെട്ടിപ്പോയി. ദൈവമേ, ചെകുത്താന്മാരെ മാലഹ കുഞ്ഞുങ്ങളാക്കാനുള്ള ശുശ്രൂഷയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഇവൻ എഴുതി വച്ചിരിക്കുകയാണ്, എന്നെ ഒരു പിശാചാക്കി മാറ്റണമേ. ആരാന്ന് നമുക്കറിയത്തില്ലല്ലോ. അനേകർ ധ്യാനിക്കാൻ വരുന്നതല്ലേ, ആരാന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഏതായാലും ഈ കടലാസ് കഷ്ണം കണ്ടിട്ട് എടുത്തു വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതേതായാലും ഈ ധ്യാനത്തിൽ നടക്കുകയല്ല. മനസ്സിലായോ? പേടിപ്പിച്ചു. ചെകുത്താൻ അച്ഛന്മാരെ പേടി, അതറിയത്തില്ലേ? അവൻ ആദ്യം ഇങ്ങനെ പേടിച്ചു. പക്ഷേ ചെകുത്താൻ്റെ ഒരു പ്രത്യേകത, അവൻ അച്ഛന്മാരെ പേടിയാണെന്നുള്ളതാണ്. ഭയങ്കര പേടിയാണ്. സാധാരണ മനുഷ്യന്മാരെക്കാൾ, സാധാരണക്കാരേക്കാൾ വലിയ പേടിയാണ് ഈ പിശാചിന്. അച്ഛന്മാരെ പേടിയാണ്. കാരണം എന്നാ? ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പിശാച് അവൻ 12 പേരെയും വിളിച്ച് പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും നൽകിയിരിക്കുന്നത് കൊണ്ട് പിശാചിന് ഭയങ്കര പേടിയാ. അവന് നമ്മളെ പേടിയാന്നുള്ള കാര്യം എനിക്കറിയാം. നമുക്കറിയത്തില്ല, അറിയത്തില്ലാത്ത ആൾക്കാരും ഉണ്ട്. പിശാചിന് നമ്മളെ പേടിയാണെന്നുള്ള കാര്യം അറിയത്തില്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പിശാച് എന്ത് ചെയ്യും? അവൻ പല സൂത്രം എടുക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു നിയോഗം ഒരുത്തൻ എഴുതി വെച്ചിട്ടുണ്ട്, അതേതായാലും ഈ ധ്യാനത്തിൽ നടക്കുകയല്ല. അവൻ പേടിച്ചു പോയി തോന്നുന്നു. അവൻ എഴുതിയാൻ തന്നെ പേടിച്ചെന്ന് തോന്നുന്നു. അവൻ ഏതായാലും അവനാന്ന് ആരാന്നറിയത്തില്ലല്ലോ. മുമ്പിലൊരു പയ്യൻ ഇരിപ്പുണ്ട്, അവനാന്ന് നമുക്കറിയത്തില്ലല്ലോ. അവൻ അവിടെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല. ഇപ്പം എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക. ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഒരുത്തൻ എഴുന്നേറ്റ് വന്നു. അവൻ പറഞ്ഞു, ഞാൻ വളരെയേറെ നിർബന്ധിക്കപ്പെട്ടാണ് ഈ ധ്യാനത്തിന് വന്നത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ പിടിച്ച് വലിച്ച് കെട്ടിക്കൊണ്ടെന്നാണ് ഇവിടെ. ധ്യാനത്തിന് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. ഞാനൊരു സത്യം പറയാൻ പോവാണ്. എന്താണെന്ന് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. എന്താണ് സത്യം? എന്നെ ഒരു പിശാചാക്കണേ എന്ന് പറഞ്ഞ് കടലാസിൽ എഴുതി വെച്ചിരുന്നത് ഞാനാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ എന്നെ ഒരു പിശാചാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ച ആ ദൈവം തന്നെ എൻ്റെ ജീവിതത്തിന് വലിയ രൂപാന്തരീകരണം തന്നിരിക്കുന്നു. ഞാൻ ഇനി അവിടുത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു പാപബോധം ഇല്ലാതെ വായിൽ വരുന്നതെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞ് അനുസരണമില്ലാതെ ജീവിച്ചിരുന്ന മകൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ഇടപെടലുണ്ടാകുകയാണ്. അവൻ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. അവൻ പറയുന്നുണ്ട്, അവൻ ദൈവാനുഭവം എഴുതിയപ്പോൾ, സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ വലിയ വിടുതലുണ്ടായി, വലിയ സ്വാതന്ത്ര്യം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദൈവാനുഗ്രഹം വേണ്ടെന്ന് ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ട. ദൈവാനുഗ്രഹം വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ദൈവമേ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു? എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? ദൈവാനുഗ്രഹം വേണ്ടേ? ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകും. നമുക്ക് ദൈവാനുഗ്രഹം വേണം. ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തെ കൂടാതെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ ചൊരിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ
വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കണം, വാക്ക് കേൾക്കണം. എന്നിട്ടോ ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ, എങ്കിൽ ഒരു കണ്ടീഷനുണ്ട് അവിടെ. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം. എന്തിനു വേണ്ടി? എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ സ്വീകരിക്കണം. എന്നിട്ടോ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കും 22-ാമത്തെ വാക്യം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാൻ പാടില്ല. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വാക്യങ്ങൾ വായിക്കാം. അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാവും. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുക ചെയ്യുന്നവനല്ല, കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് സൂക്ഷ്മമായ നമ്മുടെ പ്രവൃത്തി പദത്തിലെത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകര് ആകാൻ പാടില്ല. നമ്മളിപ്പോൾ ഇവിടെ വചനം കേൾക്കുകയാണല്ലോ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഇല്ലേ, നമുക്ക് കേൾക്കാനുണ്ട്, കുഴപ്പമില്ല, കേൾക്കാം. എല്ലാവർക്കും തന്നെ മിക്കവാറും ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാം. കർത്താവ് പറയുകയാണ്, കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ കർത്താവ് പറയുകയാണ്, ആത്മവഞ്ചന ചെയ്യുകയാണ്. മാത്രമല്ല, തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. കണ്ണാടിയിൽ നിങ്ങൾ ഏതായാലും പള്ളിയിൽ പോകുന്നപ്പം കണ്ണാടി നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തല ചീരാനും പൗഡർ ഇടാനും എല്ലാമായിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, കണ്ണാടിയിൽ എന്താ കാണുന്നു? ബാഹ്യമായ രൂപം കാണുന്നു, ഉള്ളു കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വചനം പാലിക്കണം. കേൾക്കുക മാത്രമല്ല, അത് പാലിക്കുന്നവരും കൂടിയാകണം. സ്നാപക യോഹന്നാൻ വചനം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകർ ആ വചനം കേൾക്കാനായിട്ട് കടന്നു വന്നു. വരുന്നത് കണ്ടപ്പോഴേ സ്നാപകൻ കുറച്ചുകൂടെ ഡോസ് കൂട്ടി. എല്ലാവരും വചനം കേൾക്കാൻ വരുന്നത് കണ്ടപ്പോഴേ എന്താണ് ഡോസ് കൂട്ടിയത്? ഉടനെ പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത്? ഞങ്ങൾക്ക് പിതാവായ അബ്രാഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നിഗളിക്കണ്ട. കർത്താവിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ ജനിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരത്തിന് യോജിച്ചതായ ഫലം പുറപ്പെടുവിക്കണമെന്ന് കർത്താവ് സ്നാപക യോഹന്നാനിലൂടെ ജനത്തെ അറിയിച്ചു, നമ്മെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, വചനങ്ങളിലൂടെ മാനസാന്തരം അത് എപ്പോഴും നടക്കുന്നതാണ്, നടക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും, ഒരു ധ്യാനം കേട്ടല്ലോ, കഴിഞ്ഞ കൺവെൻഷൻ കഴിഞ്ഞല്ലോ, അതിന് നമ്മൾ കുമ്പസാരിച്ചല്ലോ, അല്ല കഴിഞ്ഞ വാർഷിക ധ്യാനം നിങ്ങൾ നടന്നല്ലോ, കുമ്പസാരിച്ചല്ലോ, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഉണ്ടായിരുന്നല്ലോ, കുമ്പസാരിച്ചല്ലോ. ശരിയാ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞ ഇതാണ്, കുമ്പസാരം എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായി നടക്കുന്ന ഒരു പരിപാടിയല്ല. അലക്ക് യന്ത്രത്തിൽ കൊണ്ടുപോയി തുണിയിട്ടിട്ട് സ്വിച്ചിട്ടിട്ട് അതിങ്ങനെ കഴുകിയെടുക്കുന്ന പോലത്തെ ഒരു യാന്ത്രികമായ പരിപാടിയല്ലത്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഓട്ടത്തിന് അതിന് കിലോമീറ്ററുകൾ പൂർത്തിയാകുമ്പോൾ സർവീസിന് കയറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെളി, ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കഴുകി വെടിപ്പാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നിർമ്മലരും പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ
ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവൻ്റെ മുമ്പിൽ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരമാണ് പ്രിയപ്പെട്ടവരെ പാപസങ്കീർത്തന വേദിയിലേക്കുള്ള നമ്മുടെ കടന്നു ചെല്ലൽ എന്ന് പറയുന്നു. മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഈ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് അണയുന്നവരുടെ എണ്ണത്തിലുള്ള ക്രമാതീതമായ കുറവ്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുക, അത് നമ്മളെ ഭയാശങ്കയിലേക്ക്, അത് നമ്മളെ ആകുലപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന.